നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ അല്ലെങ്കിൽ NTPCയിൽ ഉള്ള ഏതാണ്ട് അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എന്ന പോസ്റ്റിലേക്കുള്ള 400 അവസരങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പം നാഷണൽ തെർമൽ പവർ കോർപ്പറേഷനിലെ റിക്രൂട്ട്മെൻറ്റിൽ ഒരു ജംബോ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയാം. കാരണം 400 പേരെ ഒരുമിച്ച് എടുക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ മേഖലയിലുള്ള വിദ്യാർത്ഥികൾക്ക് ഉള്ള അവസരമാണെന്ന് പ്രത്യേകം ഓർക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു BE അഥവാ BTech ഉണ്ട്, അതിനോടൊപ്പം ഒരു വർഷത്തെ എക്സ്പീരിയൻസും കൂടെ ഉണ്ട് എങ്കിൽ അത്തരത്തിലുള്ളൊരു കാൻഡിഡേറ്റ് ആണ് നിങ്ങളെങ്കിൽ BE BTech വിത്ത് 1 year എക്സ്പീരിയൻസ് ഇൻ മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ ഇങ്ങനൊരു കാൻഡിഡേറ്റ് ആണ് നിങ്ങളെങ്കിൽ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷനിൽ കിട്ടുന്ന ഒരു മികച്ച ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുക. അപ്പോൾ വീഡിയോ മുഴുവനായി ഒന്ന് കാണുക. ഇതിൻ്റെ എങ്ങനെ അപ്ലൈ ചെയ്യണം, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എലിജിബിലിറ്റി, എക്സാക്ട് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വീഡിയോയിൽ വ്യക്തമായി പറയും. അപ്പോൾ NTPCയിലെ ഈ അവസരം ഗ്രാബ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഇൻട്രൊഡക്ഷനിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡൽഹി കേന്ദ്രീകരിച്ചുള്ള സർക്കാരിൻ്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒന്നാണ് നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എന്ന ഒരു പോസ്റ്റിലേക്ക്, അതും ഓപ്പറേഷൻസ് മേഖലയിലുള്ള ഒരു പോസ്റ്റിലേക്കുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇപ്പോൾ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത്. ഏതാണ്ട് 400 ഓപ്പർച്യൂണിറ്റീസ് ഇവർ നൽകുന്നുണ്ട്. ഇത് പ്രത്യേകമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 5 വർഷത്തേക്ക് നിങ്ങൾക്ക് ഒരു എൻട്രി കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. 3 വർഷത്തേക്കാണ് ഇനീഷ്യൽ കോൺട്രാക്റ്റ് ഉള്ളത്. ഒരു കോൺട്രാക്ട് ബേസിസ് നിയമനമാണ്. അപ്പോൾ ആദ്യത്തെ കോൺട്രാക്റ്റ് 3 വർഷത്തേക്കാണെങ്കിലും 2 വർഷം കൂടെ അത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതയാണുള്ളത്. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ 5 വർഷം ഉള്ള ഒരു കോൺട്രാക്റ്റ് വേക്കൻസി എന്ന് വേണമെങ്കിൽ ഇതിനെ കുറിച്ച് പറയാം. പക്ഷേ മികച്ച ശമ്പള പാക്കേജുമൊക്കെ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം രാജ്യത്ത് വിവിധ സ്ഥലങ്ങളിലായി NTPCക്ക് ഫെസിലിറ്റീസ് ഉണ്ട്. അത്തരത്തിലുള്ള ഫെസിലിറ്റികളിൽ എവിടെയെങ്കിലും ആയിരിക്കാം നിങ്ങൾക്ക് നിയമനം ലഭിക്കുക. അതുകൊണ്ട് എവിടെയാണ് ലൊക്കേഷൻ, നിയമനത്തിൻ്റെ ലൊക്കേഷൻ എന്നുള്ളതിൻ്റെ കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ മുൻകൂട്ടി അറിയാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ബേസിക്കായിട്ട് മനസ്സിലാക്കാം. ഇനി ഇതിനകത്ത് യോഗ്യത എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്കൊന്ന് സൂചിപ്പിച്ച് തരാം. അപ്പം മിനിമം 40% മാർക്കോട് കൂടി 40% മാർക്കോട് കൂടി 2 ബ്രാഞ്ചുകളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നുകിൽ മെക്കാനിക്കൽ, അതല്ലെങ്കിൽ ഇലക്ട്രിക്കൽ. ഈ 2 വിഷയങ്ങളിലുള്ള ഏതെങ്കിലും ഒന്നിലുള്ള BE അഥവാ BTech, ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് അഥവാ ബാച്ചിലർ ഓഫ് ടെക്നോളജി, ഇതിൽ 2ൽ ഒന്നുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആണ്, ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പാസ് മാർക്ക് മതി. ഈ 40% എന്ന് പറയുന്ന നിയമം അവിടെ വരുന്നില്ല. ഇനിയും ഒരു കാര്യം മനസ്സിലാക്കണം, ഇതിനകത്ത് ഏതെങ്കിലും ഒരു പവർ പ്ലാന്റ് ഓപ്പറേഷനിൽ അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസ് മേഖലയിൽ 1 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഇവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും പവർ പ്ലാന്റ് മേഖലയിൽ അല്ലെങ്കിൽ ഇലക്ട്രിക് പവർ ജനറേഷൻ മേഖലയുമായി ബന്ധപ്പെട്ട് 1 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് കൂടെ ഉണ്ട് എങ്കിൽ നിങ്ങൾക്കുള്ള എലിജിബിലിറ്റിയായി. ഇതിനകത്ത് വലിയൊരു അഡ്വാൻറ്റേജ് 40% മാർക്ക് മതി എന്നുള്ളതാണ്. പല സ്ഥാപനങ്ങളും പലപ്പോഴും 50% മാർക്കൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ കേസിൽ അത് വരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കുക. ഏതാണ്ട് 55,000 രൂപ സാലറിയും മറ്റ് ആനുകൂല്യങ്ങളുമാണ് മന്ത്ലി നിങ്ങൾക്ക് ഈ ഒരു വേക്കൻസിയിൽ നിങ്ങൾക്ക് തൊഴിൽ നേടിയാൽ ലഭിക്കുക എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇതിൻ്റെ അകത്ത് ഏജ് ലിമിറ്റ് 35 വയസ്സാണ്. 35 വയസ്സ് കഴിയരുത് എന്ന് മാത്രം ഒരു നിഷ്കർഷയുണ്ട്. അതും ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവർക്ക് 10 വർഷത്തെ ഇളവ് ഉണ്ട്. അതുപോലെ ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ് വിഭാഗങ്ങൾക്ക് 5 വർഷത്തെ ഇളവുണ്ട്. OBC നോൺ ക്രീമി ലെയർ വിഭാഗങ്ങൾക്ക് 3 വർഷത്തെ ഒക്കെ ഇളവ് ലഭിക്കും എന്നുള്ള കാര്യം ഒന്ന് ഓർക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ സെലക്ഷൻ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് എൻജിനീയറിങ്ങിന് പഠിച്ചപ്പോൾ, അതായത് BE അഥവാ BTech പഠിച്ചപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ലഭിച്ച ആ മാർക്കിൻ്റെ ബേസിസിലാണ് ആദ്യം ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ടാകുക. അതിന് ശേഷം ഒരു എഴുത്ത് പരീക്ഷ ഉണ്ടാവും, ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് BTechൻ്റെ അല്ലെ BEയുടെ മാർക്കിനെ ബേസ് ചെയ്ത് ഒരു ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാക്കുന്നു. അതിൽ നിന്നും നിങ്ങളെ ആ ഷോർട്ട് ലിസ്റ്റിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന കാൻഡിഡേറ്റ്സിന് ഒരു എക്സാം ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും, പിന്നെ ഒരു മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ ബേസ് ചെയ്തായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ സെലക്ഷൻ. അപ്പോൾ ഇതിന് ആപ്ലിക്കേഷൻ ഓൺലൈനാണ്, സ്വാഭാവികമായിട്ടും ഓൺലൈൻ ആപ്ലിക്കേഷനാണുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ ID ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത്, നിങ്ങളുടെ വ്യക്തമായ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ഇതിൻ്റെ വ്യക്തമായ വിവരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുമുള്ള വെബ്സൈറ്റ് ലിങ്ക്, അതായത് നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ NTPCയുടെ വെബ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ അതിൽ കയറി നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കണ്ട് മനസ്സിലാക്കി ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. മാർച്ച് 1 ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ.
അപ്പോൾ 2025 മാർച്ച് 1 നിങ്ങൾ ഇതിനു വേണ്ടി ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. BE/BTech മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ മേഖലയിൽ നിങ്ങൾക്ക് 40% മാർക്കുണ്ട്, 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം. മികച്ച ഒരു അവസരമാണ്. ഏതാണ്ട് 50,000-ന് മുകളിൽ ശമ്പളം പ്രതിമാസം തുടക്കത്തിൽ കിട്ടാനുള്ള അവസരമുള്ള ഒരു നല്ല തൊഴിലവസരം. നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് ഈ ചാനലിലൂടെ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് ഹിറ്റ് ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഇതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റിൽ സെക്ഷനിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കാം. വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടേക്കാം എന്ന് തോന്നുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കാം. വൺസ് അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.